നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ പി കെ ശശിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ ദിവസമാണ് ഇന്ന്. ഏറെ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു തീരുമാനമുണ്ടായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ CPM വിമതരുടെയും അസംതൃപ്തരുടെയും കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ CPMന്റെ മുതിർന്ന നേതാവായ പി കെ ശശിയെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ കൺവെൻഷനിൽ സംസാരിക്കവേ പി കെ ശശി നടത്തിയത്. ഇതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന വിവരം പുറത്തുവന്നത്. CPM ബന്ധം ഉപേക്ഷിച്ച് പി കെ ശശി ഒറ്റപ്പാലത്ത് UDF-നായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ഇനി പി കെ ശശി ലക്ഷ്യമിടുന്നത് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഇന്ന് ഇടത് വിമത കൺവെൻഷൻ അല്ല, ഇത് വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് പാലക്കാട് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പി കെ ശശി സംസാരിച്ചത്. പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു പി കെ ശശി സംസാരിച്ചത്. ഈ കൺവെൻഷനിൽ മദ്യപാന സദസ്സിൽ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുന്ന അവസ്ഥയാണ് CPM-നുള്ളത് എന്നത് പി കെ ശശി തുറന്നടിച്ചു. അഴിമതി, സ്പിരിറ്റ് കച്ചവടം എന്നിവയെല്ലാം ഭരണത്തിന്റെ മറവിൽ നടക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്പിരിറ്റ് കേസിലെ 1-ാം പ്രതിയാണ് എന്ന് പി കെ ശശി ആരോപണം ഉന്നയിക്കുന്നു. ഈ അനീതിക്കും അധാർമികതയ്ക്കുമെതിരെ പാർട്ടിക്കകത്തു നിന്നും ശബ്ദം ഉയർത്തിയവർ, അതിന് അച്ചടക്ക നടപടിക്ക് വിധേയരായവർ, തരം താഴ്ത്തപ്പെട്ടവർ, പുറത്താക്കപ്പെട്ടവർ, ജോലികളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ, അവരുടെ എല്ലാം ഒരു രോഷപ്രകടനമാണ് ഈ കൺവെൻഷൻ എന്നാണ് പി കെ ശശി പറഞ്ഞത്. ആ രീതിയിൽ പാർട്ടിക്കെതിരെ, ജില്ലാ സെക്രട്ടറിക്കെതിരെയൊക്കെയുള്ള ശക്തമായ വിമർശനമാണ് പി കെ ശശി ആ കൺവെൻഷനിൽ നടത്തിയത്. വലിയ പങ്കാളിത്തവും ആ കൺവെൻഷന് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് തുടർ നടപടികൾ എന്നതിൻ്റെ ഒരു ധാരണ നേരത്തെ തന്നെ പി കെ ശശിയെ സംബന്ധിച്ചുണ്ട്. അതായിരുന്നു KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള നീക്കം. അതിന് പിന്നാലെയാണ് ഈ വിമത കൺവെൻഷൻ നടക്കുകയും അവിടെ പാർട്ടിക്കെതിരെ അതിശക്തമായി പി കെ ശശി സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ശശി ആ കൺവെൻഷനിൽ സംസാരിച്ചതൊന്ന് കേൾക്കാം. ഇത് വിമതരുടെ കൂട്ടായ്മയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉശിർ പ്രണയം വെക്കാത്ത, ആത്മാഭിമാനവും അന്തസ്സും വികസിപ്പിക്കുന്ന, അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബിന്റെ ശബ്ദം ഇടിമുടക്കമായി ഏറ്റുവാങ്ങുന്ന വിപ്ലവകാരികളുടെ കൺവെൻഷനാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൺവെൻഷനാണ്. ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിരുന്നു സഖാവ് P.P. കൃഷ്ണൻ, സഖാവ് N.K. കൃഷ്ണൻ, സഖാവ് ശിവദാസ് മേനോൻ, സഖാവ് M. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരിയിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിലൊക്കെ പാർട്ടിയെ കടന്നാക്രമിക്കുകയും ജില്ലാ സെക്രട്ടറിയെ അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തമായിരുന്നു. പിന്നാലെ തന്നെ പാർട്ടിയെ ശശിയെ പുറത്താക്കി എന്നുള്ള വാർത്ത പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നു. പാർട്ടിയുടെ എല്ലാ സ്ഥാനത്തു നിന്നും നീക്കിയതായി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തന്നെയാണ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. പി കെ ശശി പറയുന്നത് മുഖവിലക്കെടുക്കേണ്ടെന്നും ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്നുമാണ് സുരേഷ് ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വളരെ രൂക്ഷമായ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും EN സുരേഷ് ബാബുവിൻ്റെതായി ഉണ്ടായിരുന്നു. മാത്രവുമല്ല, മാധ്യമങ്ങളോട് ഇവിടെ ചർച്ചകൾക്കായി എത്തിയ EN സുരേഷ് ബാബു കൂടുതൽ പ്രതികരണം പാലക്കാട് നൽകാം എന്ന് പറയുക കൂടി ചെയ്തു. അതുകൊണ്ട് തന്നെ തീരുന്നില്ല, ഇതിൽ കൂടുതൽ പറയാനുണ്ട് EN സുരേഷ് ബാബുവിന് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും രൂക്ഷമായ ഭാഷയിലായിരുന്നു സുരേഷ് ബാബുവിൻ്റെയും പ്രതികരണം. ഞാൻ അങ്ങനെയൊന്നും കേട്ടില്ല. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു. അപ്പോൾ നിലവിലിപ്പോൾ പി കെ ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അതാണ് ഒന്ന്. രണ്ടാമത് പി കെ ശശി പറയണതിനൊക്കെ ഇനി മുഖവിലക്കെടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇനി അതൊക്കെ മുഖവിലക്കെടുക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്നതാണ് EN സുരേഷ് ബാബു ചോദിച്ചത്. മാത്രവുമല്ല, വ്യക്തിപരമായി തന്നെ വലിയ വിമർശനങ്ങളുണ്ടായി. അവിടെ പി കെ ശശിയെ ലക്ഷ്യമിട്ട് തന്നെ ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി. രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. 2 വർഷത്തോളമായി എന്തായാലും CPM-മായി അകന്നു കഴിയുകയായിരുന്നു പി കെ ശശി. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നത്. CPM നേതാക്കളും
മന്ത്രിമാരും ഉൾപ്പെടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇതിനിടയിൽ നടത്തിയിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. CPM-ലെ വിമതർ ചേർന്ന് മാർക്സിസ്റ്റ് കൂട്ടായ്മ രൂപീകരിക്കാനും തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയോടെ മത്സരിക്കാനുമാണ് PK ശശി നീക്കം നടത്തുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഭാവിയിൽ പാർട്ടിയായി മാറാനും UDF-ൽ ചേരാനുമുള്ള ആലോചനകൾ കൂടി നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളുണ്ട്. കൊഴിഞ്ഞാമ്പാറയിലെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിനു പുറമെ വോയിസ് ഓഫ് വടക്കഞ്ചേരി, മണ്ണാർക്കാട്ടെ ജനകീയ മതേതര മുന്നണി എന്നീ വിമത കൂട്ടായ്മകളും ഇന്നത്തെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മാനസിക പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്നു. കൊഴിഞ്ഞാമ്പാറയിലെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് നേതാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ M സതീഷ് ബാബു ഒക്കെ അത്തരം അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UDF പിന്തുണയോടെ മത്സരിക്കാനാണോ PK ശശിയുടെ ഇനിയുള്ള നീക്കം എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ വരുന്ന വഴികൾ അദ്ദേഹത്തിന്റെ ഓരോ KTDC ചെയർമാൻ സ്ഥാനം ഒഴിവാക്കുന്നതും ഇന്നത്തെ വിമത കൺവെൻഷനിൽ പങ്കെടുക്കുന്നതും അവിടെ ശക്തമായ ഭാഷയിൽ തന്നെ ആഞ്ഞടിക്കുന്നതും ഒക്കെ നൽകുന്ന സൂചന അതുതന്നെയാണ്. അപ്പോൾ അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി ഉണ്ടാകുന്നുണ്ട് UDF-ന്റെ ഭാഗത്തു നിന്ന് എന്നതുകൂടി നമ്മൾ കാണണം. PK ശശി മത്സരിക്കുമെങ്കിൽ പരിഗണിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അത് പറയുന്നത് മറ്റാരുമല്ല, മുൻ KPCC അധ്യക്ഷനാണ് K സുധാകരൻ MP-യുടെ പ്രതികരണമാണ് പുറത്തു വന്നത്. B കുഞ്ഞികൃഷ്ണനെയും 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് സുധാകരൻ പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ അസ്തിത്വം നഷ്ടമായി എന്ന വിമർശനം കൂടിയാണ് K സുധാകരൻ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സേവനം നാട്ടിന് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുക്കും. 2 കൈനീട്ടി അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഞങ്ങൾ എന്നും വിലമതിക്കുന്ന ഒന്നാണ്. എന്തു പറഞ്ഞാലും ഇത്രയും നട്ടലോടുകൂടി ഒരു കാപട്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സാധാരണക്കാരനായ ഒരു പാർട്ടിക്കാരൻ, ഇടതുപക്ഷത്തിന് ഇതുപോലെ ഒരു കിരാതമായ ഒരു നെഞ്ചത്ത് ചവിട്ടുന്നത് ഇതുപോലൊരു സംഭവം ആദ്യത്തേതാണ്. അദ്ദേഹം സത്യസന്ധമായാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ആരും പറയുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അത് പബ്ലിക്കാക്കി പറഞ്ഞതെന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞത്. അപ്പോ UDF പൂർണ്ണമായും തള്ളുന്നില്ല സാഹചര്യങ്ങൾ എന്നതുകൂടി നമ്മൾ കാണണം. അതാണ് KPCC മുൻ അധ്യക്ഷന്റെ പ്രതികരണം തെളിയിക്കുന്നത്. പീഡനത്തിന്റെ തീവ്രതയളന്ന് സംരക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് CPM എക്കാലത്തും പഴി കേട്ടതാണ് PK ശശിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. അന്ന് അതുയർത്തി ഇക്കാലം അത്രയും വിമർശനം ഉന്നയിച്ച UDF-ന് PK ശശിയെ കൂടെ കൂട്ടാൻ കഴിയുമോ? 140 മണ്ഡലങ്ങളിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടായാൽ അത് ചർച്ചയാകും. UDF-ന് വലിയ തിരിച്ചടി നേരിടേണ്ട സാഹചര്യവും ഉണ്ടാകും. ഇതെങ്ങനെ വിശദീകരിക്കും ജനങ്ങളോട് UDF എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുന്നു എന്നത് ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇക്കാര്യത്തിൽ UDF-നുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് നേതൃത്വം കാണുമോ? ഇപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതിന് മറുപടി പറയേണ്ടുന്ന സാഹചര്യം എന്തായാലും UDF-നെ സംബന്ധിച്ചുണ്ട്. അവിടെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക കൂടി ചെയ്താൽ എങ്ങനെയായിരിക്കും അത് വിശദീകരിക്കാൻ കഴിയുക? ഈ പാർട്ടിക്കുള്ളിലെ തന്നെ വിമർശനങ്ങൾ കാണാതെ പോയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ UDF ഈ ഒരു തെറ്റായ സമീപനം സ്വീകരിക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയാനിരിക്കുന്നത്. എന്തായാലും ശശി രണ്ടും തീരുമാനിച്ചതുപോലെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ടിക്ക് പുറത്തായിരിക്കുകയാണ്. ബാക്കിയൊക്കെ വരും പോലെ കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.